നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമുക്ക് ബട്ടർ നാൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിനായി ആദ്യം ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദയും 1 കപ്പ് ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ഉപ്പ് എന്നിവ കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ചെറിയ ചൂടുള്ള പാൽ ഉപയോഗിച്ചത് കുഴച്ചെടുക്കാം. കുറേശ്ശെ ഒഴിച്ച് നമുക്ക് കുഴച്ച് കൊടുക്കാം. ഇത് കുഴയ്ക്കാൻ 1 കപ്പ് പാലാണ് വേണ്ടത്. ഇത് കുഴച്ചതിന് ശേഷം കൗണ്ടർ ടോപ്പിലിട്ട് ഒരു 5 മിനിറ്റോളം നന്നായി കുഴച്ചെടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഫ്ലഫി ആയിട്ടുള്ള ബട്ടർ നാൻ കിട്ടുകയുള്ളൂ. ഇതിൻ്റെ പുറത്ത് അല്പം ഓയിൽ പുരട്ടിയതിന് ശേഷം നമുക്ക് ഏകദേശം 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി വെക്കാം. ഇത് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും കുഴച്ചെടുക്കണം. ഒന്നുകൂടി കുഴച്ച് നമുക്കിതിനെ ചെറിയ ബോളുകളാക്കി എടുക്കാം. കയ്യിൽ അല്പം എണ്ണ പുരട്ടി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയില്ല. ഇനി ഇതിനെ നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുക്കാം. ചപ്പാത്തിക്കൊക്കെ പരത്തുന്നത് പോലെ നമുക്ക് അല്പം മാവ് തൂകിയതിന് ശേഷം പരത്തിയെടുക്കാം. ഇത് ചൂടായ തവയിലിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഒരു വശം ചെറുതായി പൊങ്ങി വരുമ്പോൾ നമുക്കിത് മറിച്ചിടാം. ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ലതുപോലെ പൊങ്ങി വരും. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് ബട്ടർ തൂത്ത് കൊടുക്കാം. അതിനുശേഷം മല്ലിയില തൂകിയിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ബാക്കിയുള്ളവയെ നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാം. ഇനി ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ നാൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിന് സെർവ് ചെയ്യാം. ഇത് വളരെ സോഫ്റ്റായിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളതുമായ ഒരു പലഹാരമാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.
വീണ്ടും ഒരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും നമസ്കാരം.